15 on the stage. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നിസ്വാർത്ഥമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ നാടകം കൂവാകം. தெளிவாக இருந்தவனே முருங்க மரமாட்டோம் முடிச்சு போட்டு போனாலே வாக்கு மரமாட்டோம் வசந்துதான் நின்னவனே நான புல்லாட்டோம் நாளாக வளைச்சவளே என் உசிர பாட்டாக்கி உனக்காக பாடுறேன் ஊஞ்சிரிப்ப பார்க்கத்தாண்டி உயிரோடு உயிரோடு வாழுறேன். புளிப்பா புளியங்கா அவ புடவ கட்டுன வெள்ளரிக்கா, புளிப்பா புளியங்கா அவ புடவ கட்டுன வெள்ளரிக்கா, பாத்தா பாவக்காயிலும் பருவத்தில கொசாக்கா, பாத்தா பாவக்காயிலும் பருவத்தில கொசாக்கா, சோக்கான வேணும் பூசணிக்கா. ഭഗവാൻ കൃഷ്ണന് മോഹിനി വേഷം കിട്ടാമെങ്കിൽ ജീവനായിക്കൂടെ? ചുമാരല്ല ഞാനെങ്ങനെ ഒന്നാം ക്ലാസ്സിലെ ആ കുട്ടിയോടെ വെച്ചിരിക്കുമ്പോ ഞാൻ എന്റെ മനസ്സുകൊണ്ട് വെച്ചത് കുട്ടിയോടെ വെച്ചിലായിരുന്നു. പണ്ട് ഇരട്ട് നടക്കുമ്പോ
എന്റെ പൗരുഷമെല്ലാം ഞാൻ പശുവോട്ട് വാങ്ങിച്ചു. പണ്ട് നീ ചെയ്ത പോലെ കൃഷ്ണ. നീതിയ ആര് പോകുന്നല്ലേ പൗരുഷം കൃഷ്ണ. എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ആവണേ പറ്റൂ. സന്തോഷം ഉള്ളിലുള്ള പെണ്ണ് ഉണരാത്തത് ഇന്നോ ഇതിനെ തുടങ്ങിയതല്ല. ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ ഉള്ളിൽ പെണ്ണുണ്ടായിരുന്നു. നിന്റെ മുമ്പിൽ ഒരാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. പണ്ട് ഇത് കളിച്ച് നടന്ന ചെങ്ങായിമാർ, ഹോസ്റ്റൽ മുറിയിലെ കൂട്ടുകാർ, ഹോസ്റ്റൽ ബോർഡ്, ഇവരൊക്കെയാ എന്റെ ഉള്ളില് ഉണ്ടായിരുന്നത് തിരിച്ചറിഞ്ഞത് അല്ല തിരിച്ചറിഞ്ഞത്. സുഹറ, ഇനി എന്നെ വിളിക്കരുത്. തന്നെ ഇന്ന് മാത്രമല്ല പെണ്ണായി അഭിമാനത്തോടെ ജീവിക്കണം. കിട്ടിയ ചിലർക്കൂടെക്കും ഞാൻ അശ്ലീലമാവുകയാണോ? ഇങ്ങനെയായിരുന്നോ എന്റെ മോഹിനിയും? കൃഷ്ണ, ഞാൻ പോലും അറിയാതെ എന്നിൽ പകർന്നാടുന്നുവല്ലോ ഇന്ത്യ നിറമുള്ള സ്വപ്നവർണ്ണങ്ങൾ. Terima kasih.
താരങ്ങൾ, ചിന്മയമാർ, ഉമ്മ, സുഹറ, ഇവരൊക്കെ കഴിഞ്ഞ ജന്മത്തിലെ കഥാപാത്രങ്ങളെ പോലെ ഓർത്തെടുക്കാൻ കഴിയാത്ത നിങ്ങൾ പോലെ. നിനക്കറിയോ, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ ഞാൻ കോയമ്പത്തൂർക്ക് നാട് വിട്ടത്. ഒരു പെണ്ണാവാൻ പല പണി ചെയ്ത് കാശുണ്ടാക്കി സർജറി ചെയ്യാൻ. അങ്ങനെ ഞാനൊരു പെണ്ണാ. 15 വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ രാത്രി ഞാൻ എന്റെ നാട് കാണാൻ പോയി. ഞാനവിടെ ചെന്നപ്പോ എന്റെ നാടും നാട്ടാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ വീട്ടുമുറ്റത്ത് ഇരുട്ടിൽ ചെന്ന് നിന്നു. മുറ്റത്ത് ഞാൻ കണ്ട ചെമ്പരച്ചെടികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മാനെ കബറടക്കിയ പള്ളിപ്പറമ്പിൽ ചെന്ന് നിന്നു. പിന്നെ ഉമ്മാന്റെ പീരിയോട്ടി മീസാക്കല്ലിൽ ഞാനൊരു ഉമ്മ കൊണ്ടു. പിന്നെ ഞാൻ ചെന്നതേ ശങ്കരന്റെ ചായക്കടയിലേക്കാ. ആ പഴയ മരപ്പിച്ച് പോലും താഴത്തെത്താതെ അവിടെ തന്നെയുണ്ട്. പണ്ടിരിക്കും പോലെ ഞാൻ ആ മരപ്പിച്ച് കണ്ടിരുന്നു. പോലെ പെട്ടെന്ന് അവർ തന്നെ പിടിച്ചു വലിച്ചു ഇരുളിലേക്ക് കൊണ്ടുപോയി. കൃഷ്ണ, എനിക്ക് പേടിയാവുന്നു. ഇതാരാ? എന്റെ കൃഷ്ണനോ? അതെ, നിന്റെ കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ. കരയരുത്, പേടിക്കേണ്ടത്. ഞാനുണ്ട് നിന്റെ കൂടെ. നിയോഗങ്ങൾ ഇങ്ങനെയാണ്. എനിക്കുമുണ്ടായിരുന്നു ഇതുപോലൊരു നിയോഗം. വ്യാസഭഗവാൻ വഴിമുട്ടിപ്പോയ മഹാഭാരത കഥ മുന്നോട്ടെഴുതാം. പാണ്ഡവർക്ക് യുദ്ധം ചെയ്യാൻ. ഞാൻ ഇതിൽ ഒളിഞ്ഞു കിടന്ന പെണ്ണിനെ പുറത്തേക്ക് തുറന്നു വിട്ടു. മോഹിനി. അവളായിരുന്നു മോഹിനി. കരയരുത്. ഇതിഹാസങ്ങളിൽ നമ്മളുണ്ടായിരുന്നു. യുദ്ധം ജയിക്കാനും നമ്മളുണ്ടായിരുന്നു. ആണും പെണ്ണും കേട്ട അറവാണിമാർ. അല്ല, ആണിൽ നിന്ന് പെണ്ണായ അറവാണിമാർ. റമണിമാരോ? അതേ അറവാണിമാർ. നമ്മളിന്ന് അറവാണിമാരാണ്. ഇടവാട്ട് ഭാര്യമാർ. പോരുന്നോ പൂവാരത്തേക്ക്? ഒരു രാത്രി, ഒരൊറ്റ രാത്രി ഇതുപോലെ ഭാര്യയാവാൻ ഇടവാനോടൊത്ത് കാറ്റും മഴയും പോലെ ഇണചേരാൻ. പുലർച്ചയിൽ ഇടവാറ്റി വിധവയായി മടങ്ങും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. യുവാൻ, പൂവാകം, അറവാണിമാർ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കൃഷ്ണ. പ്രണയവും രതിയും ഇണചേരുന്നതാണ് ദൈവസങ്കല്പങ്ങൾ അത്രയും. അവിടെ ഇണചേരൽ പോലും അശുദ്ധമല്ല. പോകൂ പൂവാകത്തേക്ക്. എന്റെ മോഹിനിയാകാൻ, ഇരവാന്റെ കാമുകിയാകാൻ, ഒറ്റ രാത്രിയുടെ കാമുകിയാകാൻ. വഴികൾ താണ്ടി താണ്ടി പൂവാകത്തെത്തുമ്പോൾ നീ അറിയും ഇരവാൻ ആരെന്ന്.
ഈരവാൻ. അവൻ തന്നെയാകട്ടെ യുദ്ധദേവതയ്ക്കുള്ള ബലിദാനി. പാണ്ഡവവിജയത്തിന്റെ ആണിക്കല്ല്. ഈരവാൻ! എനിക്ക് പിറന്നപുത്രൻ മകനെ, ഞാൻ നിന്റെ പിതാവാണ് അർജുനൻ. അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്റെ പിതാവിനെ. ഇപ്പോഴെങ്കിലും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇപ്പോഴെങ്കിലും ഈ മകനെ കുറിച്ച് നോക്കല്ലോ. നിന്നെ കുഞ്ഞനായി സ്വീകരിച്ച് അന്തപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനല്ല വന്നത്. അറിയാം, അംഗീകരിക്കാനാവില്ലെന്നും അറിയാം. നാഗശ്രീയിൽ അബദ്ധത്തിൽ പിറന്നുപോയി മകനെ പാണ്ഡവരാജ്യത്തിന് അലങ്കാരമാവില്ലെന്നും അറിയാം. പിതാവ് കാര്യം പറയും. എനിക്ക് ഒരു ബലിദാനിയെ വേണം. പാണ്ഡവർക്ക് യുദ്ധം ചെയ്യണം. അതിനെ സർവോത്തമനായ ബലികൊണ്ട പുരുഷനെ കാളിക്ക് ബലി നൽകണം. അതിന് സർവ്വതായോഗ്യനാണ് നീ എന്നെ ഞങ്ങൾ അറിയുന്നു. അതെ, മറന്നു വെച്ചത് ആപത്ഘട്ടങ്ങളിലാണല്ലോ ഓർമ്മയിൽ കഴിയുക. അപ്പോഴാണല്ലോ അത് ഉപകാരപ്പെടുക. ജയിക്കാൻ മറന്നു വെച്ച ആയുധമാണ്. പാണ്ഡവർക്ക് യുദ്ധം ചെയ്യണം. അതിന് നീ നിന്റെ ശിരസ് ബലി നൽകണം. ഞാൻ മറന്നു വെച്ച എന്റെ മകനെ നീ എന്നെ സഹായിക്കില്ലേ? പിതാവ് അപേക്ഷിക്കുമ്പോൾ ഒരു മകനെ നിരസിക്കുന്നവന് നിങ്ങൾക്ക് ജയിക്കാൻ ഞാൻ ബലിദാനിയാവാം. പക്ഷേ ഒന്നോർക്കുക, നിങ്ങൾ ജയിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്വയം തോറ്റു കൊടുത്ത ജന്മങ്ങളെ ചിലർ തോൽക്കുമ്പോൾ മാത്രമാണ് മറ്റു ചിലർ ജയിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധം പാണ്ഡവർ ജയിക്കുമ്പോൾ വരുംകാലം നിങ്ങൾക്ക് മോശപാടുകൾ പാടുമ്പോൾ അതിലൊന്നും ഞാനുണ്ടാവില്ല. വിജയത്തിന്റെ വരവുകളിൽ നിങ്ങളുടെ ദൈവങ്ങൾ പോലെ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് വേണ്ടി മലയിറങ്ങിപ്പോയ ഞാൻ ഉണ്ടാവില്ല. എന്റെ പരിഹാരം ഉണ്ടാവില്ല. ദൈവങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണെന്ന് അറിയാം. കർമ്മബലത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കും. പാണ്ഡവർക്ക് യുദ്ധം ചെയ്യണം. ഇത് ധർമ്മയുദ്ധമാണ്. ഇല്ല ഭഗവാൻ, കർമ്മബലത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ കർമ്മം ചെയ്യാം, നിങ്ങളുടെ കർമ്മം ചെയ്യും. പക്ഷേ ബലിയർപ്പിക്കപ്പെടുന്നവന്റെ അവസാനത്തെ ആഗ്രഹമായി കണ്ടത് അങ്ങനെ സാധിപ്പിച്ചു തരാം. എന്താണ് ഒരു പെണ്ണിനെ എന്താ എനിക്കത് സാധിച്ചിട്ടില്ല. അതുമായി ഉത്തമയായ സ്ത്രീയായിരിക്കുന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നാം കലയെ തന്നെ പരിഹാരിയാക്കേ. യുദ്ധം ജയിക്കല്ലേ? ഭൂമിയിലെ സർവ്വഗുണങ്ങളുമൊന്നുമില്ല ഒരു പെണ്ണായി ആരുണ്ട്? ഉണ്ടെങ്കിൽ തന്നെ ഒരു രാത്രി
നിന്നെ മോഹിനി വെച്ച് നിന്നെ അവതാരം ഒരൊറ്റ രാത്രി മാത്രം ഒരു ബലിഹാരിയുടെ ഭാര്യയാകാൻ യുദ്ധങ്ങൾ ചെയ്യുമ്പോൾ വിധവകളുണ്ടാകും. ഇരമാനെ, ഇതാ നീ ആഗ്രഹിച്ച പെണ്ണ്, സർവോത്തമയായ മോഹി. പുലരുവരെ നീ ഇവിടെ പ്രണയിച്ചോളൂ. പക്ഷേ ഏഴാം പുലർച്ചയിൽ നിന്റെ ശിരസർത്ത് കാൽ വലിനക്കണം. നിന്റെ പിതാവിനെ യുദ്ധം ജയിക്കട്ടെ. ആരാത്? ഭൂമിയിലെ സർവ്വ സുഗന്ധങ്ങളും ഇവിടെ വന്ന് നിറയുന്നു. ചുണ്ടുകളിൽ പലതരത്തിലുള്ള ചുംബനങ്ങൾ വിളിക്കുന്നു. ചിരികളിൽ ചൂടുള്ള നദി. കുളിരാക്കിയതും യുഗങ്ങളായി ദൈർഘ്യപ്പെടുന്ന ആവർത്തനം. കൃഷ്ണ, നമ്മൾ നിന്നിരിക്കും. ഇരവാലേ, നല്ലതിന് ആയുസ്സില്ലല്ലോ. നല്ലതിന് ആയുസ്സില്ലല്ലേ? കൃഷ്ണ, ഇനി എന്നെ ഇതിലേക്ക് വിളിക്കരുത്. ഞാനിപ്പോ ഉച്ചമാന്റെ വിധവയാണ്. ഒരു രാത്രി, ഒരൊറ്റ രാത്രിയോട് ഇത്രയേറെ തിരിച്ചുപോയി ഇരവാന്റെ കോന്തലക്കല് നീ എനിക്കായി കെട്ടിയ കണ്ടു ചൂരല് വീശി ജീവല്ല മോഹിനി. ഇതൊക്കെ പേരിടാനല്ല ഞാൻ വന്നത്. എവിടെയായിരുന്നു ഇത്രയും കാലം ആളും പെണ്ണ് കെട്ടി നടന്നത്? സുഹറ, നീ എന്നെ വിളിക്കരുത്. ഞാനിപ്പോ മാത്രമല്ലേ ടൈം 27. ഈ രാത്രി ഞാനിപ്പോ എന്റെ വിധവയാണ്. ആരെ? ഇരവാന്റെ ദയവായി ഉദ്ദേശിക്കരുത്. നിങ്ങളെപ്പോലെ നിങ്ങളും ജീവിച്ചോട്ടെ. ഈശോന്റെ പടപ്പുകളല്ലേ നിങ്ങളും. ദൈവത്തിന്റെ സൃഷ്ടികൾ. തന്റെ മോഹിനി രൂപങ്ങൾ. എന്തൊക്കെയാ ഇവിടെ പറയുന്നത്? ഒരു കാര്യം, ഒരൊറ്റ കാര്യം പറയാനാ ഞാൻ പറഞ്ഞത്. നാളെ എനിക്കാ ഒന്നാവൂല. കോന്ത മരണം
കെട്ടിയ കണ്ടു ചൂരലേ സുഹറ, എന്റെ മനസ്സിലിപ്പോ നീയോ നിന്റെ കല്യാണം ഒന്നുമില്ല. മനസ്സ് വരെ അവനാ ജവാൻ. സുഹറ, നീ നിന്റെ ചിറക് കൂട്ടി നിന്റെ മണിയറയിലേക്ക് പോ. ഞാൻ നിന്റെ ചിറക് വിരിച്ച് നിന്റെ ആകാശത്തിൽ പറക്കട്ടെ. അവസാനമായി നിങ്ങളുടെ വിജയിക്കാൻ പേരെടുക്കുമ്പോൾ കൈകടക്കുന്നത് നിങ്ങളോടാണ്. നിങ്ങളുടെ വിധി എന്ത് തന്നെ ആയാലും ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, എങ്കിലും ജീവിക്കുന്നില്ലേ?